ക്രിസ്തു മുന്തിരിവള്ളിയെങ്കിൽ ഇന്ന് കാണുന്ന സഭകൾ അതിൻ്റെ കൊമ്പുകളോ? ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തിപിടിപ്പാക്കുന്നു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വന്തമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയുടെ കൊമ്പുകളാണോ ഇന്ന് സഭകൾ എന്ന് അവകാശപ്പെടുന്നവ? മുന്തിരിവള്ളിയിൽ ഞെരിഞ്ഞില് കായ്ക്കുമോ? നസ്രയനായ യേശു ക്രിസ്തുവും ഈ സഭകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തമ്മിൽ സ്നേഹിപ്പിൻ എന്നാണ് കർത്താവ് നൽകിയ പുതിയ കൽപ്പന. ഞാനിത് പറയുമ്പോൾ സഹോദരൻ്റെ 1086 പള്ളികൾ ഞങ്ങൾക്ക് പിടിച്ചുപറിച്ചു തന്നില്ല എന്ന കണ്ടന്റ് ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഹൈക്കോടതിയിൽ 6 പള്ളികൾ പിടിച്ചുപറിച്ചു കൊടുത്തില്ല എന്ന കണ്ടന്റും പരിഗണിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കൂതാശിക്കണമെന്ന തർക്കം എറണാകുളം അങ്കമാലി അടിരൂപതയിൽ മൂർച്ഛിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ സ്വത്തിനു വേണ്ടി പട്ടിയെ കൊല്ലുന്നത് പോലെ വണ്ടിയിടിപ്പിച്ച് കൊലപ്പെടുത്തിയ മെത്രാന് പകരം കയറ്റിയ പൂച്ചാണ്ടി വേഷക്കാരനെ ഒരു തരികടയെ പൗരാവലിയുടെ സ്വീകരണം എന്ന് പറഞ്ഞ് അമേദ്യൻ ദീനികളുടെ സൽക്കാരം അയാൾക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വോഡ്കയും സിപ്പ് ചെയ്ത് മറുകയിൽ ബൈബിളും പിടിച്ചുകൊണ്ട് മുണ്ണകളെ കൊണ്ട് തൻ്റെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത് ഹെവൻലി ഫീസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കോട്ടയത്ത് ഒരു തങ്കപ്പൻ. ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ഈ വസ്തുതകൾ കണ്ട് മനസ്സിലാക്കിയാണ് സഭകളുടെ അടിമവിശ്വാസിയായി കഴിഞ്ഞ 74 കൊല്ലം ജീവിച്ച ഒരമ്മച്ചി ഞങ്ങളെ വിളിച്ച ആ സംഭാഷണം ഞങ്ങൾ വിശ്വാസികളെ നിങ്ങൾക്ക് പൂച്ചാണ്ടി പിതാക്കന്മാരെ വേണോ അതോ നസ്രയനായ യേശുക്രിസ്തുവിനെ വേണോ എന്ന തലക്കെട്ടോടെ ഒരു എപ്പിസോഡ് ചെയ്തത്. അതിന് ഞങ്ങൾക്ക് മുംബൈയിൽ നിന്ന് ലഭിച്ച റോസൻ ജോൺ എന്ന വ്യക്തിയുടെ അഭിപ്രായം കേൾക്കുക. ഹലോ സുനിൽ, അമ്മച്ചിയുടെ ചോദ്യത്തിനുള്ള റെസ്പോൺസാണിത്. പല കാരണങ്ങളുണ്ട്. എൻ്റെ റെസ്പോൺസ് വിൽ ബി എ മിക്സ്ചർ ഓഫ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം. മലയാളത്തിൽ വേണ്ടിയ പാണ്ഡിത്യം എനിക്കില്ല, അതുകൊണ്ട് ഐ വിൽ ബി യൂസിങ് ഇംഗ്ലീഷ് ഓൾസോ. നമ്മൾ ക്രിസ്തീയ സഭ എന്ന് പറഞ്ഞാൽ ദൈവമാണ് ഉണ്ടാക്കിയാണ്, യേശു ക്രിസ്തുവാണ് ഉണ്ടാക്കിയത്. ക്രിസ്തീയ സഭയുടെ യേശു ക്രിസ്തുയുടെ ജീവിതവും മെസ്സേജ് ലോകത്തിൽ സാൽവേഷനായിരുന്നു. അത് വളരെ കൃത്യമാണ്. സാൽവേഷൻ ക്യാൻ കം ഓൺലി ത്രൂ ജീസസ് ക്രൈസ്റ്റ് ഹു ഡൈഡ് ഓൺ ദ ക്രോസ് ഫോർ ഹ്യൂമാനിറ്റി. അതാണ് സെൻട്രൽ തീം. പല സഭകളുണ്ടായിട്ടുണ്ട്. പല സഭകൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ഒരു അമീബിക് ലെവലിൽ ഫോം ചെയ്തിട്ടുണ്ട്. യേശു ക്രിസ്തുവിന് ഒരിക്കൽ ഒരു ഡിസൈപ്പിൾ ചോദിച്ചതാണ്, വേർ ഡു യു ലിവ്? അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, ദ ഫോക്സസ് ഹാവ് ഹോൾസ് ആൻഡ് ദ ബേർഡ്സ് ഓഫ് ദി എയർ ഹാവ് നെസ്റ്റ്, ബട്ട് ദ സൺ ഓഫ് മാൻ ഹാസ് നോ പ്ലേസ് ടു ലേ ഹിസ് ഹെഡ്. ഈ പറയുന്ന യേശു ക്രിസ്തുവാണ് ഈ തിരുമേനിമാരും അച്ഛന്മാരും മെത്രാപ്പൊലീത്താന്മാരും ഒക്കെ വന്ദിക്കുകയും പുറകെ പോവുകയും ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത്. ഈ ത്യാഗം പണ്ട് ദ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറഞ്ഞ ഒരു ത്യാഗത്തിൻ്റെ ഒരു ജീവിതമായിരുന്നു. പല തിരുമേനിമാരും മെത്രാപ്പൊലീത്തന്മാരും പണ്ടത്തെ കാലത്ത് അവരുടെ സമയം പ്രാർത്ഥനയിൽ കഴിഞ്ഞിട്ടുണ്ട്. അവർ ജീവിത കംഫർട്ട്സൊക്കെ ത്യജിച്ച് ജീവിച്ചിട്ടുണ്ട്. ആ കാലം പോയി. ഇപ്പോൾ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറഞ്ഞത് വേറൊരു ഡയമെൻഷനാണ്. ആ അമ്മച്ചിക്ക് ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, സഭ മുടിഞ്ഞു പോകും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു ഭയം. യേശുക്രിസ്തു ഇമ്മോർട്ടൽ ആണെങ്കിൽ യേശുക്രിസ്തു സഭ ഒരിക്കലും നശിച്ചു പോകത്തില്ല. എല്ലായ്പ്പോഴും ഒരു റീഫോർമേഷൻ പ്രോസസ്സ് കാണും. ഒരു പുതിയ റൂട്ട്, ഒരു പുതിയ പ്ലാന്റ് അതിൽ കൂടെ ആ ഡിസ്ട്രക്ഷനിൽ കൂടെ വരും. സഭ പിന്നെയും റീഫോം ചെയ്ത് റീഗ്രോ ചെയ്യും. രണ്ടാമത്, സഭ എന്ന് പറഞ്ഞത് ഈ കത്തോലിക്ക യാക്കോബ ഓർത്തഡോക്സ് സഭ മൈക്രോ മാനേജ് ചെയ്യുമായിരുന്നു പണ്ടത്തെ കാലത്ത്. ആ മൈക്രോ മാനേജ് ചെയ്യുന്ന കാരണം മനുഷ്യർ വേദപുസ്തകം പഠിക്കുകയോ അത് വായിക്കുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ജ്ഞാനം വലുതായിട്ടില്ലായിരുന്നു പണ്ടത്തെ കാലത്ത്. കത്തോലിക്കർക്ക് പണ്ട് സൺഡേ സ്കൂളൊന്നും ഇല്ലായിരുന്നു. യാക്കോബക്കാർക്കും ഓർത്തഡോക്സുകാർക്കും സൺഡേ സ്കൂളില്ല. അതൊക്കെ പിന്നെയാണ് വന്നത്. മാർത്തോമാക്കാർക്കും CSIക്കാർക്കും സൺഡേ സ്കൂളിൻ്റെ കോൺസെപ്റ്റ് ഇംഗ്ലണ്ടിൽ നിന്ന് വന്നതുകൊണ്ട് അത് വേറെ സഭകൾ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അച്ഛൻ പറയുന്ന ആണ് ഇവർ ഗോസ്പൽ ട്രൂത്തായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. അതാണ് പ്രശ്നം ഉണ്ടായത്. അപ്പോൾ അന്നത്തെ കാലത്ത് അച്ഛന്മാർ മൈക്രോ മാനേജ് ചെയ്യുമായിരുന്നു. മൈക്രോ മാനേജ് ചെയ്താണ്
ഈ ആളുകൾ മൊണ്ണവിശ്വാസികളും കുഞ്ഞാടുകളും ആയി തീർന്നത്. അപ്പോൾ അച്ഛന്മാർ പറയുന്ന എല്ലാം ശരിയാണ് എന്നുള്ളൊരു ഒരു വിധത്തിലാണ് ഇവരുടെ ഒരു ബ്ലൈൻഡ് ഫോൾഡഡ് അപ്രോച്ച് എടുക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഗ്രഹിക്കാതെ അച്ഛൻ പറഞ്ഞത് ശരിയായിരിക്കണം എന്ന് പറഞ്ഞാൽ അച്ഛനെ ഒരു പെഡസ്റ്റൽ കയറ്റി വെച്ചതാണ് കുഴപ്പം. മൂന്നാമത്തെ കാര്യം, ഈ സഭകൾ എന്ന് പറഞ്ഞാൽ പലവിധമായ സഭകൾ ക്രിസ്ത്യൻ ബേസിസിലല്ല ഇപ്പം നടക്കുന്ന. ഓരോ ആളൊരു മെത്രാപ്പോലിത്ത ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉടുപ്പ്, അദ്ദേഹം എഴുതുന്ന ഡ്രസ്സ്, എനിക്കറിയത്തില്ല എൻ്റെ ആക്ച്വൽ പേര്. ഒരു മെത്രാപ്പോലിത്തയ്ക്ക് 60 ഡ്രസ്സസ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് 60 ഡ്രസ്സ് കൊണ്ട് ഈ അദ്ദേഹം എന്ത് ചെയ്യാൻ പോവാണ്? അദ്ദേഹത്തിനുള്ള BMW, അദ്ദേഹത്തിൻ്റെ പ്രീഡസസറിൻ്റെ BMW ആയിരുന്നു, അത് വിറ്റ് ഒരു പുതിയ BMW മേടിച്ചു. യേശുക്രിസ്തു ഒന്നും BMW പോയിട്ടില്ലല്ലോ, അല്ല ഇത്രയും ഡ്രസ്സസ് ഒന്നും യേശുക്രിസ്തുവിന് ഇല്ലായിരുന്നല്ലോ. അപ്പോൾ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു ലീഡറിന് ക്രൈസ്റ്റ് ലൈക്ക് ക്വാളിറ്റീസ് ഇല്ലെങ്കിൽ അതിനർത്ഥമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടത്, അപ്പോൾ സഭയൊന്നും മുടിയത്തില്ല, നശിക്കത്തില്ല. സഭ പിന്നെയും റിവൈവ് ആയി വരും. രണ്ടാമത്, യേശുക്രിസ്തു പഠിച്ചത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ബൈ റീഡിങ് ദ ബൈബിൾ ആൻഡ് ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ ബൈബിൾ നമുക്കത് ചെയ്യാം. പിന്നെ സഭയിൽ, ഏതെങ്കിലും ഒരു സഭയിൽ മെമ്പറാണ്, നമ്മുടെ സഭ വിട്ടുപോയി വേറൊരു സഭയിൽ പോകുമോ അല്ലെ പെന്തക്കോസ്ത് സഭയിൽ കയറുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. പെന്തക്കോസ്തുകാരെല്ലാവരെക്കാട്ടും വലിയ കള്ളന്മാരാണ് എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. സഭ വിട്ട് മാറുന്നത് ഒരു ശരിയായ കാര്യമല്ല. കാരണം നമ്മുടെ ഒരു ഭവനത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ, ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ മെമ്പേഴ്സുമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഫാമിലി അബാൻഡൻ ചെയ്യുവല്ല. യു ഹാവ് ടു സ്റ്റേ ബാക്ക് ആൻഡ് ഫൈറ്റ്. അതാണ് ചെയ്യേണ്ടത്. സഭ വിട്ടു പോകുന്നതിന് അർത്ഥമില്ല. സഭ വിട്ടു പോകുന്നതിന് യൂസ്ലെസ് തിങ്ങാണ്. വേറൊരു സഭയിൽ പോയി ചെല്ലുമ്പോൾ ആ സഭയിൽ ഇതിനെക്കാട്ടി വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും നമ്മൾ ഫേസ് ചെയ്യുന്നത്. സോ ഡോണ്ട് ലീവ് ദ ചർച്ച്. യു മസ്റ്റ് സ്റ്റേ ബാക്ക് ആൻഡ് ഫൈറ്റ് ആൻഡ് സ്റ്റേ ബാക്ക് ആൻഡ് ട്രൈ ആൻഡ് റീഫോം ദാറ്റ് ചർച്ച്. അതാണ് ചെയ്യേണ്ടത്. അച്ഛന്മാരോ മെത്രാന്മാരോ തിരുമേനിമാരല്ല നമ്മുടെ ജീവിതം നമ്മളെ നയിക്കുന്നത്. ഇറ്റ്സ് ദ ബൈബിൾ. നമ്മൾ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ത്രൂ ദ ബൈബിളാണ്. അതിൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യണം. ഏതെങ്കിലും ഒരു സഭയിൽ മെമ്പർഷിപ്പ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം, ചില റിച്വൽസിന് വേണ്ടി മാത്രം. അല്ലാതെ വേറെ ഒരു യൂസ് ഇല്ല. സുനിൽ ഇങ്ങനെയുള്ള ചാനൽസിൽ കൂടെ പബ്ലിസൈസ് ചെയ്യുന്ന ഈ കാര്യങ്ങളാണ് മനുഷ്യരുടെ കണ്ണുകൾ തുറക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നത്. ഈ മെസ്സേജ് ഇറ്റ് ഈസ് ജസ്റ്റ് ഇൻ റെസ്പോൺസ് ടു ദ അമച്ചീസ് വ്യൂ പോയിന്റ്സ് ആൻഡ് ഡൗട്ട്സ്. ഈ മെത്രാന്മാരും സഭകളും ഒരിക്കലും വിശ്വാസികൾ തമ്മിൽ ഒരുമിക്കുവാൻ, സ്നേഹിക്കുവാൻ അനുവദിക്കില്ല. അവരുടെ ലേബൽ നിങ്ങളുടെ നെറ്റിയിൽ കെട്ടി അവർ പൂട്ടിയ വണ്ടികളിലെ കൂലിയില്ല കാളകളായി നിങ്ങളെ വേണം. അവർ നിങ്ങളെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്നത് അന്ധകാരത്തിലേക്കാണ് എന്ന് മനസ്സിലാക്കുക. വിശ്വാസികൾക്ക് എന്തുകൊണ്ട് ക്രിസ്തുവിൽ ഒന്നായിക്കൂടാ? പൂച്ചാണ്ടി വേഷക്കാർ അത് അഴിച്ചുവെച്ച് ഇനി വല്ല വാഴയ്ക്ക് തടമെടുക്കുവാൻ പോകട്ടെ. ആ കാലമാണ് ഇനി വരാൻ പോകുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.